നമുക്ക് എല്ലാ കാര്യങ്ങളെയും പറ്റി പറയാം. ഖുർആനെപ്പറ്റി പറയാം, മതത്തെപ്പറ്റി പറയാം, ജാതിയെപ്പറ്റി പറയാം, രാഷ്ട്രീയത്തെപ്പറ്റി പറയാം, ആത്മീയതയെപ്പറ്റി പറയാം, ഗുരുവിനെപ്പറ്റി പറയാം. എല്ലാ വലിയ വലിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറയാം. ഇനി ഞാൻ ഇങ്ങനെയാണ് ജീവിക്കണതെന്നുള്ള സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മഹത്തായ പല മഹാന്മാരുടെ വചനങ്ങളെയും ഉൾക്കൊണ്ടിട്ട് നമുക്ക് കാര്യങ്ങളെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു പോയിൻ്റ്, നമ്മളെ കൂടെ ഉള്ളവരുമായിട്ട്, കൂടെ ഉള്ളവർ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആരുടെ കൂടെയാണോ അവരുമായിട്ട് നമ്മുടെ ബന്ധം അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കണില്ല എന്നുള്ള ഭാഗം ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറച്ചിൽ തന്നെയാണ് നമ്മുടെ നാശം, അല്ലെങ്കിൽ ഈ ഉള്ളിലെ തോന്നൽ തന്നെയാണ് നമ്മുടെ നാശം. കാരണം ഞാൻ സ്വപ്നലോകത്താണ്, ദൈവവുമായിട്ട് എനിക്കുള്ള ബന്ധം സ്വപ്നലോകത്തിലാണ്. കാരണം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടെ ഉള്ളവരുമായിട്ട് എനിക്ക് അടുക്കാൻ പറ്റണില്ല. എന്നിട്ട് ഞാൻ ഈ നാനാത്വത്തിൻ്റെ ഭാഗം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ, ആദ്യം ഈ ഏകത്വത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് ഈ നാനാത്വത്തെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഏകത്വത്തിൽ ഇരിക്കുന്ന അവസ്ഥ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തുള്ള ആൾക്കാരുമായിട്ട്, നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അല്ലാതെ കൂടെ ഉള്ളവരായിട്ട് ഒരു ബന്ധവും ഇല്ല, എന്നിട്ട് നമ്മൾ ദൈവികമായ അവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് കൂടെ ഉള്ളവരോട് ചോദിക്കുക, മനസ്സിലായോ? നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള ഭാഗം കൂടെ ഉള്ളവരോട് ചോദിച്ചിട്ട് അവരുമായിട്ട് ആ ഇൻട്രാക്ഷൻ കൊണ്ടുവരുമ്പോഴാണ് ശരീരത്തിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയാണ് ദൈവവുമായിട്ട് നമ്മൾ അടുക്കുന്നത്. വളരെ സിമ്പിളാണ്.